ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു ടോക്ക് ടു പീപ്പിൾ. അതായത് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രോസ്പെക്ട്സിനോട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഭയം, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു പേടി, ഇത് പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. തുടക്ക സമയങ്ങളിൽ ഞാനും നന്നായിട്ട് നേരിട്ടൊരു വ്യക്തിയാണ്. അതായത് ഞാൻ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു പേടി വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കുമോ, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഞാൻ പറയുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ, അങ്ങനെയുള്ള കുറേ അനാവശ്യമായിട്ടുള്ള പേടികളാണ് നമ്മൾ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു പേടി നമുക്ക് നൽകുന്നത്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എന്തുകൊണ്ടാണ്? അതായത് ഫിയർ ഓഫ് റിജക്ഷൻ. മറ്റുള്ളവർ അത് നമ്മൾ പറയുന്നത് അവരെ അംഗീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കാനുള്ള ഒരു പേടി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പലരും നേരിടുന്ന, അല്ലെങ്കിൽ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പല വ്യക്തികളും ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ കലോത്സവത്തിനൊക്കെ ഞാൻ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു മലയാളം ടീച്ചറുണ്ട്, പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇതേപോലെ സ്റ്റേജ് ഫിയർ ആണ് എനിക്ക്, പാട്ടിനോ പ്രസംഗത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് സ്റ്റേജ് ഫിയർ, ആളുകളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി എന്നോടൊരു അന്നൊരു കാര്യം പറഞ്ഞതാണ്, ഇതേപോലെ മിറർ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം? അപ്പോൾ ഇതേപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ ഞാൻ വലിയ സീരിയസ് ആയിട്ട് കണ്ടില്ല. പക്ഷേ ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ്. കാരണം ആ സമയത്ത് ഞാൻ ആവശ്യക്കാരനായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ആളുകളുമായിട്ട് സംസാരിച്ചേ പറ്റൂ. എനിക്ക് പലരോടും സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, എനിക്കൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെയും അവരോട് സംസാരിക്കാനുള്ള ഒരു പേടി. ഇതിന് പല കാരണങ്ങൾ ഉള്ളിൽ കിടക്കുകയാണ്. ഇവർ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇവർ അംഗീകരിക്കാതിരിക്കുമോ, അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള കുറേ തോന്നലുകൾ, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള തോന്നലുകൾ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഉള്ളിൽ നോളജ് ഉണ്ട്, നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബിസിനസ് പ്രോസ്പെക്ട്സിന് എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ സംസാരിച്ചാലേ അത് പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോസ്പെക്ട്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പുറത്തേക്ക് വരില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിനെ കൃത്യമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. അതിന് ഈ പറഞ്ഞ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്നത് പല ആളുകളും ട്രൈ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. ആരും കാണണ്ട, സ്വന്തം റൂമിൽ കയറിയിട്ട് കഥയൊക്കെ അടച്ചിരുന്നിട്ട് മിറർ പ്രാക്ടീസ് നടത്തിയാൽ മതി. ഇത് നടത്തുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ പുറത്തേക്ക് വരികയും ഇത് പിന്നീട് നമുക്ക് പ്രോസ്പെക്ട്സിനോട് ആ ഒരു രീതിയിൽ തന്നെ സംസാരിച്ച് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും.